പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിൽ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 41 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ജന്മന അന്ധനായിരുന്ന ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ പിന്നീട് അവനെ കാണുമ്പോൾ അവനുമായി നടത്തുന്ന സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ അവനോട് ചോദിക്കുന്നു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഈശോ നമ്മളോടും ചോദിക്കുന്ന ആത്യന്തികമായ ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഈ ഉയർപ്പ് കാലത്തിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. മനുഷ്യപുത്രനിൽ, മനുഷ്യനായി അവതരിച്ച പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ നീ വിശ്വസിക്കുന്നുവോ? ഉയർത്തെഴുന്നേറ്റ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നോമ്പും വലിയ ആഴ്ചയും ഒക്കെ ഒരു ആചരണം മാത്രമായി നമ്മളെ കടന്നുപോയോ, അതോ ഈശോയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തുന്നതിനുള്ള അവസരമായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ അന്ധൻ ചോദിക്കുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ മറുപടി പറയുന്നു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. ഇത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ അന്ധനായിരുന്ന മനുഷ്യൻ ഈശോയെ പ്രണമിക്കുന്നു. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു പ്രതികരണവും ഇത് തന്നെയാണ്. നമ്മളിൽ നിന്ന് ഈശോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഈശോയിൽ ആഴത്തിൽ പൂർണ്ണമായി സ്നേഹത്തോടെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റല്ലോ. ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷ, അങ്ങയുടെ ഉയർപ്പാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്നു. ആ ഉയർപ്പിന്റെ ചൈതന്യത്തിന് ചേർന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കാനും ഉത്ഥാനത്തിന്റെ രഹസ്യം ഞങ്ങളുടെ ജീവിതം കൊണ്ടും സംസാരം കൊണ്ടും എല്ലാവരോടും പ്രഘോഷിക്കുവാനും ഉത്ഥാനത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.